കൂടുതൽ വിവരങ്ങളുമായി സെബാൻ ചേരുന്നുണ്ട്. സെബാൻ, ഖത്തറിലെ US വ്യോമകേന്ദ്രത്തിൽ ഇറാൻ ആക്രമണം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? അഞ്ജലി, അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം ഉള്ള പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക താവളമുള്ള സ്ഥലമാണ് ഖത്തർ. നേരത്തെ തന്നെ ഖത്തറിന്റെ വ്യോമ മേഖല അടച്ചതായി പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് അത് ഒരു സൂചനയായി കണക്കാക്കാമായിരുന്നു ഇറാന്റെ ആക്രമണം. അതായത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി US നടത്തിയിട്ടുള്ള ആക്രമണം, അതായത് ഫോർദോ അടക്കമുള്ള തന്ത്രപ്രധാനമായ ഏറ്റവും സുപ്രധാനമായ അവരുടെ ആണവ പദ്ധതികളൊക്കെ നടക്കുന്ന കേന്ദ്രങ്ങൾ ആക്രമിച്ചു. പിന്നാലെ അതിന് തിരിച്ചടിയായിട്ടുള്ള ഒരു ഇറാൻ ആക്രമണം ഉണ്ടാകുമെന്ന സൂചന തന്നെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ അമേരിക്കക്കെതിരായി, അതായത് അമേരിക്കയെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് തിരിച്ചടിക്കണം, ഇറാൻ തിരിച്ചടിക്കണം എന്നുണ്ടെങ്കിൽ അത് പശ്ചിമേഷ്യയിലെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങളിലേക്ക് തന്നെ US ബേസിസിനെ ആണ് ആക്രമിക്കേണ്ടത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഖത്തർ നേരത്തെ തന്നെ ലക്ഷ്യമിട്ട ഖത്തറിലുള്ള US എയർബേസിലേക്കാണ് ഇപ്പോൾ മിസൈലുകൾ ഇറാൻ അയച്ചിരിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ ഇറാൻ സംഘർഷം അത് പശ്ചിമേഷ്യയിലെ ഒരു വലിയ സംഘർഷം എന്ന നിലയ്ക്ക് വ്യാപിക്കുന്നു എന്നാണ് നാം അതിനെ കാണേണ്ടത്. അഞ്ജലി, ശരി. ഖത്തറിലെ US വ്യോമകേന്ദ്രത്തിൽ ഇറാൻ ആക്രമണം നടത്തിയതായി റിപ്പോർട്ട് വരികയാണ്. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ തീജ്വാലകൾ കണ്ടതായി വിവരം ലഭിക്കുന്നു. സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിവരങ്ങൾ നൽകിയത് സെബാനും മനുവുമാണ്. ഇപ്പോൾ നമ്മോടൊപ്പം മനു വീണ്ടും ചേരുന്നുണ്ട്. മനു, ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഖത്തറിലെ US വ്യോമകേന്ദ്രത്തിൽ ഇറാൻ ആക്രമണം നടത്തിയതായി റിപ്പോർട്ട് എത്തുകയാണ്. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ തീജ്വാലകൾ കണ്ടതായിട്ടുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.